സൂപ്പറായിട്ടുണ്ട്. സച്ചി അവിടെ, അവളിവിടെ. അപ്പോ അനഘ പറയുന്നതിലും കാര്യമുണ്ട്. ഞാനിപ്പോ എഴുന്നേറ്റല്ലേ ഉള്ളൂ. ഇനി എന്തെല്ലാം ജോലി കിടക്കുക. അർച്ചന പുറത്തേക്ക് പോയതാണോ? അങ്ങനെയാണെങ്കിൽ ആരാ ഇത് തട്ടി താഴെയിട്ടത്? ഇനി അഥവാ അർച്ചനയാണെങ്കിൽ ഇതെടുത്തു വെക്കേണ്ടല്ലേ? ശരി മോളെ, എല്ലാരോടും അന്വേഷണം പറയണേ. സച്ചേട്ടൻ നല്ല ഉറക്കത്തിലായിരിക്കും. ഞാൻ പറഞ്ഞേക്കാം. സച്ചേട്ടൻ നേരത്തെ എഴുന്നേറ്റായിരുന്നോ? ഇങ്ങോട്ട് വന്നേ. താൻ എപ്പോഴാ പുറത്തു പോയത്? എന്താ? എത്ര നേരമായി പുറത്തു പോയിട്ടെന്ന്? ഒരു അരമണിക്കൂറായി കാണും. എന്നെ എന്താ വിളിക്കാഞ്ഞത്? എന്തിനാ? ഞാൻ ആതിരയുടെ ഫോൺ വന്നിട്ട് പുറത്തു പോയതാ. എന്താ കുഴപ്പം? താനെന്താ കഥ കടക്കായിരുന്നത്? സച്ചേട്ടനകത്ത് കിടന്ന് ഉറങ്ങല്ലായിരുന്നോ? അതുകൊണ്ടാ. എന്താന്ന് വെച്ചാ പറ സച്ചേട്ടാ. താനെന്ത് മണ്ടത്തരായി കാണിച്ചേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. ഞാൻ എന്ത് മണ്ടത്തരം കാണിച്ചെന്ന് നീ പറയുന്നേ? ആന മണ്ടത്തരം. കഥക്ക് മലർക്ക തുറന്നിട്ടല്ലേ പോയത്. നമ്മുടെ പദ്ധതി പൊളിഞ്ഞു, അത്ര തന്നെ. ആരെങ്കിലും മുറിയിലേക്ക് വന്നായിരുന്നോ? പറയ് സച്ചേട്ടാ, ആരെങ്കിലും വന്നോ? ആരോ വന്നു. ആരാന്ന് മനസ്സിലായില്ല. അപ്പൊ ഈ ഷീറ്റൊക്കെ ഇതൊക്കെ കണ്ടു കാണില്ലേ? ഉറപ്പാ കണ്ടു കാണും. എന്തോ താഴെ വീണ ശബ്ദം കേട്ടാ ഞാൻ എണീറ്റത്. നോക്കുമ്പോ ഒരു സാരിത്തുമ്പ് മാത്രം അവിടെ കണ്ടു. അർച്ചനയായിരിക്കുമെന്ന് കരുതി. പക്ഷേ അത് ഈ കളർ സാരിയല്ല. ഇവിടെ സാരി ഞാനും അവധിയെടുത്തല്ലേ കൊടുക്കുന്നത്. അപ്പോ എടുത്തി വന്നതാണോ സച്ചേട്ടൻ ഈ പറയുന്നേ? അതറിയില്ല. പക്ഷേ ഇതാണ് താഴെ വീണ് കിടന്നത്. തന്റെ കൈതട്ടി വീണതാണെങ്കിൽ താനത് എടുത്തു വെച്ചിട്ടല്ലേ പോവൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അർച്ചന, താനല്ലാതെ മറ്റൊരാൾ ഇവിടെ വന്നു. സാരി എടുത്ത ഒരാള്. എടുത്താണെങ്കിൽ തീർന്നു. നമ്മുടെ എല്ലാ നാടകങ്ങളും അഡ്ജസ്റ്റ്മെന്റും തീരും. ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യമായിരിക്കും. എടുത്തിന് മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. പേടിപ്പിക്കില്ലേ സച്ചേട്ടാ, ഞാനിപ്പോ കുഴഞ്ഞു വീഴും. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ. എന്തെങ്കിലും ചോദിച്ചാ പറഞ്ഞു തടി തപ്പാൻ. എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. ആലോചിക്കാനും വയ്യ. സച്ചേട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാ സച്ചേട്ടന് ഭയങ്കര പുറം വേദനയായിരുന്നു. അതുകൊണ്ട് ഞാനും സച്ചേട്ടനും താഴെ കിടന്നു പറയാം. വെരി ഗുഡ് ഐഡിയ.
പക്ഷേ ഭാര്യയും ഭർത്താവും പുറം വേദനയാണെങ്കിലും കട്ടിലിന്റെ 2 സൈഡിലാണ് കിടന്നുറങ്ങുന്നത്. ഏട്ടത്തിന്താ പൊട്ടത്തിയാണോ? അത് ശരിയാണല്ലോ. ഇനിയിപ്പോ എന്താ പറയാ? സച്ചേട്ടനൊന്ന് ആലോചിച്ചേ. താൻ തന്നെ ആലോചിക്ക്. തനിക്കാ കൂടുതൽ ഐഡിയ. വലിയ കമ്പനിയുടെ MD-യാ. തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ ഒരു ഐഡിയ ഉണ്ടാക്കാൻ അറിയില്ല. അതിനൊക്കെ പെണ്ണുങ്ങളുടെ ബുദ്ധി വേണം. സച്ചേട്ടാ, അവസാനത്തെ ഒരു ഐഡിയ. ഇന്നലെ നമ്മൾ രണ്ടാളും ഒരു കൊച്ചു സൗന്ദര്യപ്പണക്കത്തിലായിരുന്നു. അതിന്റെ പേരിൽ നമ്മൾ രണ്ടുപേരും താഴെ വേറെ വേറെ കിടന്നു. എന്തു പറയുന്നു? സൂപ്പർ, ഇത് കലക്കി. ഇതിനപ്പുറം വേറെ റീസൺ ഇല്ല. ഡൺ. എന്നിട്ടും നമുക്കിനി ഒന്നിച്ചൊരു കട്ടിലിൽ കിടക്കാന്ന് പറയാൻ തോന്നിയില്ലല്ലോ. ഹലോ, എന്താ ഒരു ആലോചന? ഒന്നുമില്ല. ഞാൻ എന്തായി കണ്ടത്? ഭാര്യയും ഭർത്താവും ഒരേ മുറിയിൽ 2 പായിൽ നിലത്ത് കിടക്കുന്നു. അപ്പോ പുറത്ത് കാണിക്കുന്നത് വെറും അഭിനയോ? ബെസ്റ്റ് ആക്ടിങ്. ഒന്നിനൊന്ന് മെച്ചം. എന്തായിരിക്കും അവര് തമ്മിലുള്ള പ്രശ്നം? പിണങ്ങിക്കിടക്കാൻ മാത്രം അവര് തമ്മിലകന്നോ? ഇതെങ്ങാനും സേതുമാധവൻ കണ്ടിരുന്നെങ്കിൽ അപ്പൊ തന്നെ അറ്റാക്ക് വന്ന് തീർന്നേനെ. പിന്നെ പേരക്കുട്ടിയും വേണ്ട, കണ്ടുപിടിച്ച പേരും വേണ്ട. സത്യം കണ്ടുപിടിക്കണം. ഹലോ, എന്താണ് ഇത്ര ആലോചന? ഞാൻ ഇന്ന് എന്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാഴ്ച കണ്ടു അനഘേ. അതെന്ത് കാഴ്ചയാ ചേച്ചി വിശ്വസിക്കാൻ പോലും കഴിയാത്തത്? നീ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാ, സച്ചിയുടെ അർച്ചനയുടെയും കാര്യം. ചേച്ചി അവര് നിലത്ത് ഷീറ്റ് വിരിച്ചടക്കുന്ന കണ്ടു കാണും, അതല്ലേ? ആ, അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഇത് തന്നെ ആയിരുന്നില്ലേ അന്ന് ഞാനും ചേച്ചിയോട് പറഞ്ഞത്? അന്ന് ചേച്ചി പറഞ്ഞത് അവര് സൗന്ദര്യ പിണക്കത്തിലോ മറ്റോ അങ്ങനെ വെറുതെ കിടക്കുകയായിരിക്കുമെന്ന്. സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടോ? അല്ല, അവര് രണ്ടുപേരും കിടക്കുന്നതാണോ ചേച്ചി കണ്ടത്, അതോ വെറും ഷീറ്റ് മാത്രോ? എന്നുവെച്ചാ കിടക്കുന്നത് കണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അവര് യോഗ ചെയ്യാൻ കിടന്നതാണെന്ന് പറയും. ഞാൻ കണ്ടത് സച്ചി കിടന്ന് ഉറങ്ങുന്നതാ. അവള് പുറത്തുനിന്ന് ഫോൺ ചെയ്യും. എന്നിട്ട് സച്ചേട്ടൻ കിടക്കുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ ചേച്ചിക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. അതാണ് തെളിവ്. ഞാൻ ഇപ്പോഴും തീർത്ത് പറയുന്നു ചേച്ചി, അവര് തമ്മിൽ എന്തോ ചില ധാരണകളുണ്ട്. നമുക്കത് പൊളിക്കാൻ കഴിയണം. വരട്ടെ, എത്ര കാലം അവരിങ്ങനെ പോകുന്നു നോക്കട്ടെ. നമുക്കിതൊന്നും പുറത്ത് കാണിക്കാതെ അവരെ വിശ്വസിച്ചങ്ങ് പോവാം. ഒക്കത്തിനൊരു അന്ത്യം ഉണ്ടാവണമല്ലോ. അതിനു മുമ്പ് നമ്മുടെ അന്ത്യം കാണാതെ നോക്കിയാ മതിയായിരുന്നു. അതെന്താ നീ മൊന വെച്ച് സംസാരിക്കുന്ന പോലെ? അല്ല ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞതാ. ചേച്ചി സംസാരിച്ചത് കേട്ടോണ്ട് പിന്നിൽ സേതുവങ്കിൾ ഉണ്ടായിരുന്നല്ലോ, എന്തിനായിരുന്നു? അതോ, അതെന്നെ സമാധാനിപ്പിക്കാൻ. എല്ലാവർക്കും അറിയാം അവന്തികയില്ലെങ്കിൽ നെല്ലിശ്ശേരി ഇല്ലെന്ന്. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാ സുഖമില്ലെങ്കിലും സേതുമാധവൻ സ്റ്റെയർ കയറി വന്നത്. എന്നിട്ട് എന്നെ വേദനിപ്പിച്ച ആ മാനേജറെ വെറുതെ വിടരുത്, അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, ശിക്ഷിക്കണം എന്നൊക്കെ. അയാളുടെ നിയമവും കോടതിയും ശിക്ഷയൊക്കെ ഞാനാണെന്ന് അച്ഛനറിയില്ലല്ലോ. അത് ഞാൻ കണ്ടു ചേച്ചി തകർത്ത് അഭിനയിക്കുന്നത്. എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത്, ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ടും ചേച്ചി യാതൊരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട്. അർച്ചന നിസ്സാര കാര്യമല്ല ചേച്ചിയോട് ചെയ്തത്. ഇത്രയും നാളും ചേച്ചി നേടിയെടുത്ത സൽപ്പേരും അധികാരവും ഒക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാ. എന്നിട്ടും ചേച്ചി ഒന്നും സംഭവിക്കാത്ത പോലെ നിൽക്കുന്നു. അപ്പൊ ഇതിനെയൊക്കെ നേരിടാൻ പറ്റുന്ന എന്തോ രഹസ്യം ചേച്ചിയുടെ കയ്യിലുണ്ട്. അത് എന്നിൽ നിന്ന് ചേച്ചി മറച്ചു പിടിക്കുന്നുമുണ്ട്. ഉണ്ട്. ഇതിനെയൊക്കെ നേരിടാനുള്ള മരുന്ന് എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. അത് നിനക്ക് പറഞ്ഞു തരാനോ കൈമാറാനോ ഉള്ള നേരായിട്ടില്ല.
ഞാനും അവന്തികയുടെ അതേ ചോര തന്നെയാണ്. നോക്കട്ടെ അത് കണ്ടെത്താൻ പറ്റുമോന്ന്. രാവിലെ തന്നെ 8 മിസ്ഡ് കോളോ? ആ എടുത്തേക്കാം, എന്താണെന്ന് അറിയാലോ. ഹലോ, ഞാൻ എത്ര നേരം വിളിക്കുന്നറിയോ? എന്താ ഫോൺ എടുക്കാത്ത? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? ഞാൻ ഫോൺ എടുക്കാത്തതാണോ തന്റെ പ്രശ്നം? പ്രശ്നമുള്ളതുകൊണ്ടാണല്ലോ ഫോൺ എടുക്കാത്തത്. ഒരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ. പ്രശ്നമാണെന്ന് താനങ്ങ് തീരുമാനിക്കുവാണോ? എന്നാ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ കഴിയാതിരുന്നത്. എനിക്കെന്തോ അങ്ങനെ തോന്നി, അതുകൊണ്ട് ഒത്തിരി പ്രാവശ്യം വിളിച്ചു പോയത്. ഇന്നലെ രാത്രി മുഴുവൻ എനിക്ക് ടെൻഷനായിരുന്നു. മര്യാദയ്ക്കൊന്നും ഉറങ്ങിയത് പോലുമില്ല. എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതിന് താനെന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? അത് കൊള്ളാലോ. അല്ല, അതിപ്പോ എനിക്കൊന്നുമില്ല, എന്നാലും ചെറിയൊരു ടെൻഷൻ കാണില്ലേ? എന്റെ ആരും അല്ലെങ്കിൽ പോലും. അത് തന്നെ എനിക്ക് മനസ്സിലാവാത്ത. അതല്ല, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോ ഇയാളിടയ്ക്ക് കട്ടാക്കി പോയതല്ലേ? ഇയാളുടെ ഏട്ടത്തിയുടെയോ ചേച്ചിയുടെയോ കാര്യം ഫോണിലൂടെ കേട്ടതുകൊണ്ടാ എനിക്കൊരു ടെൻഷൻ വന്നേ. ഇപ്പൊ സംസാരിച്ചപ്പോ എന്റെ ടെൻഷൻ പോയി. ഇയാൾ അതിന് ഇത്ര തല പുകഞ്ഞ് ആലോചിക്കണ്ട. ഒരു സുഹൃത്തിനൊരു പ്രശ്നം വരുമ്പോ അന്വേഷിക്കേണ്ട കടമയുണ്ടല്ലോ, അതുകൊണ്ട് അന്വേഷിച്ചെന്നേ ഉള്ളൂ. ഈ പുതിയ ഏട്ടത്തി കുഴപ്പക്കാരിയായിരിക്കും അല്ലേ? എന്താ പറഞ്ഞേ? അല്ല, പുതിയ ഏട്ടത്തി പ്രശ്നക്കാരിയാണോന്ന്. താൻ എന്താ എന്റെ ഏട്ടത്തെ കുറിച്ച് കരുതിയത്? തന്നെ പോലെ പ്രശ്നക്കാരിയാണെന്നോ? അതെ, ഏട്ടത്തി ഞങ്ങൾക്കൊരു സച്ചേണ്ട ഭാര്യയല്ല, അമ്മയ്ക്ക് തുല്യ. പിന്നെ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള സ്ത്രീയല്ലേ അമ്മയ്ക്ക് തുല്യം? അത് ചെറിയൊരു പെൺകുട്ടിയല്ലേ? അതെ, ഒരു സ്ത്രീ ചേച്ചിയാവുന്നതും അമ്മയാവുന്നതും ഒക്കെ പ്രായം നോക്കിയല്ല, അതവരുടെ സ്വഭാവം പ്രവൃത്തിയും കൊണ്ടാ. അതൊന്നും തന്നെ പോലുള്ളവർക്ക് മനസ്സിലാവില്ല. പെണ്ണായ മാത്രം പോരാ, അതിന് ചില യോഗ്യതകളും വേണം. അതില്ലാത്തവരോട് എന്തു പറയാൻ? അതിന് എന്നെ പറ്റിയും എന്റെ സ്വഭാവത്തെ പറ്റിയും ഇയാൾക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്ന? അത് ഓരോരുത്തരുടെ സംസാരത്തിൽ നിന്ന് ജഡ്ജ് ചെയ്യാം. അപ്പോ ഞാൻ മോശമാണെന്നാണോ ഇയാൾ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇയാളെ താൻ തന്നെ ജഡ്ജ് ചെയ്യുന്നതിന് ഞാൻ എന്ത് പറയാനാ? ദൈവമേ, നീ ഇത് എത്ര നേരമായി ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു? അതിനെന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് തൊണ്ട കീറുന്നത്? ഞാൻ ഫോണിൽ സംസാരിക്കുന്ന അമ്മ കാണുന്നില്ലേ? അതിന്റെ ഇടയിൽ ഒരു ഡീവിളി. ഹലോ ഐശ്വര്യ, പറയടി. ഐശ്വര്യോ? അതെന്താടി, എനിക്ക് നിന്നെ ഡീതി വിളിച്ചൂടെ? ഐശ്വര്യ, ഒരു മിനിറ്റ്. ഇനി പറയും. കൊറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഫോണിൽ കയറിയ പിന്നെ ഇറങ്ങാൻ പാടാ അല്ലേടി? ഞാൻ കൊറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ വിളി. അമ്മയോട് പോലും ഇവൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയില്ലേ? സമാധാനമായിട്ടൊന്ന് ഫോൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലില്ലേ? ഇതെന്താ ജയിലോ? ഒന്നും നീ എന്ന് മുതലാണ് ഇങ്ങനെ ചീറാൻ തുടങ്ങിയത്? അമ്മയോടും അച്ഛനോടും ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിന്നെ ആരടി പഠിപ്പിച്ചേ? ദിവസം ചെല്ലുന്നതനുസരിച്ച് നിന്റെ സ്വഭാവത്തിൽ അങ്ങനെ ഇങ്ങനെ മാറ്റം വരുന്നത്? ഞാൻ എന്റെ കൂട്ടുകാരോടൊന്ന് സംസാരിച്ച് നിന്നതാ, അതിനിപ്പോ അമ്മയ്ക്ക് എന്ത് വേണം? എന്റെ കൂട്ടുകാരി എടി, ഞാൻ ഈ പ്രായം കഴിഞ്ഞാ വന്നത്. പക്ഷെ നിന്നെപ്പോലെ ഇങ്ങനെ ഭ്രാന്തായിട്ട് പെരുമാറിയിട്ടില്ല. നിന്റെ അച്ഛൻ ഇങ്ങ് വരട്ടടി. എന്താ നിന്റെ ഭ്രാന്തെന്ന് അച്ഛനോട് ചോദിക്കാൻ പറയാം. പോയി ചോദിക്കാൻ പറയും. അഹങ്കാരി. അപ്പൊ അവൾക്ക് ശരിക്കും ഭ്രാന്തായിരുന്നു. ഈ കാലത്ത് ഒരു ഫോണും ഒരു ആപ്പും ചാപ്പും ഉണ്ടെങ്കിൽ പിന്നെ തന്തയും വേണ്ട തള്ളയും വേണ്ട. ആണായാലും ശരി പെണ്ണായാലും ശരി. ഹലോ, കുഴപ്പമായോ? അവളുടെ വീട്ടിലെങ്ങനെ കലിപ്പായി കാണൂ. ഫോണെടുക്കും. രാവിലെ മനോരഞ്ജൻ നിൽക്കുവായിരുന്നല്ലേ മോനെ? വരത്തില്ല, വിട്. നിന്റെ ചുറ്റിക്കളിയെ ഞാൻ കൈയുടെ പൊക്കുന്നു. ഞാൻ ജോഗിങ്ങിന് വന്നതാ. നിന്റെ ജോഗിങ് ഇപ്പോ മൊബൈലിലാണല്ലോ, വെർബൽ ജോഗിങ്. സച്ചേട്ടാ, ഇന്നെന്താ സൂര്യൻ നേരത്തെ ഉദിച്ചോ? എന്താ? അല്ല,
സച്ചേട്ടൻ നേരത്തെ ഓഫീസിൽ പോകാൻ റെഡിയാവുന്നു. അത് സൂര്യൻ നേരത്തെ ഉദിച്ചതല്ല, സച്ചിദാനന്ദൻ നേരത്തെ എണീറ്റ് റെഡിയായതാ. അതെന്താ, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടോ? നമ്മള് പുതിയ ചില പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഗവൺമെന്റ് പ്രോജക്റ്റാ. അതിന്റെ മീറ്റിംഗ് ഇന്ന് 11 മണിക്ക് മിനിസ്റ്ററുടെ ചേംബറിലാ. ആ, അതിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കാൻ മാനേജറെ ഏൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ അല്ലണം. ഗവൺമെന്റ് പ്രൊജക്ടിന്റെ ഫണ്ടിംഗ് ഒക്കെ ഡിലേ ആയിരിക്കില്ല സച്ചേട്ടാ? നോർമലി ആണ്, പക്ഷേ ഒത്തിരി പ്രോജക്ട്സ് ഉണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്താ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അതിന് ആവശ്യമുള്ള അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടല്ലോ. ഫണ്ട് റോളിംഗ് ആണ്. 50% ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ് നമുക്കുള്ളൂ. ബാക്കി കണ്ടെത്തണം. അതിനെക്കുറിച്ചുള്ള DPR ഒന്നിരുന്ന് തയ്യാറാക്കണം. ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടല്ലേ DPR? വളരെ ശ്രദ്ധിച്ച് തയ്യാറാക്കേണ്ട ഒന്നാ, പ്രത്യേകിച്ച് ഗവൺമെന്റുമായുള്ള കോൺട്രാക്റ്റുകൾ തയ്യാറാക്കുമ്പോൾ. തീർച്ചയായും തനിക്കും സജസ്റ്റീവായി കൂടാം. അത്യാവശ്യം ധാരണകളൊക്കെ തനിക്ക് കാര്യത്തിലുണ്ടെന്നറിയാം. അനുപേട്ടന്റെ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി പഠിച്ചതാ. അനുപേട്ടന് കമ്പനി കാര്യങ്ങളൊക്കെ നല്ല ധാരണയാ. അപ്പൊ ശരി, ഞാൻ എത്തിയിട്ട് വിളിക്കാം. സച്ചേട്ടാ, ആ, സച്ചേട്ടൻ മറന്നുപോയോ? അയ്യോ, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫയല്. ഇതിനകത്താ ഡോക്യുമെന്റ്സ് മൊത്തം. എനിക്ക് തോന്നി. ഇല്ലെങ്കിൽ ഞാനിതെടുക്കാൻ തിരികെ വരേണ്ടി വന്നാനെ. താങ്ക്സ്. നമുക്കിടയിൽ ഇത്തരം ഫോർമാലിറ്റീസ് ഇല്ലെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചതാ. സച്ചേട്ടൻ മറന്നുപോയോ? അതിനും സോറി. സച്ചേട്ടന് സോറി തൽക്കാലം കൈയിരിക്കട്ടെ. സുഹൃത്തുക്കൾ തമ്മിൽ സോറി, താങ്ക്സ്, കടപ്പാടുണ്ട്, ബുദ്ധിമുട്ടായോ, ഇത്തരത്തിലൊന്നും വേണ്ട. അതല്ല, ചില ഇമ്പോർട്ടന്റ് സിറ്റുവേഷനിൽ ആര് സഹായിച്ചാലും അതൊക്കെ പറയണം. ആ, തന്നോട് തർക്കിച്ച് ജയിക്കാൻ പാടാണെന്ന് എനിക്കറിയാം. അതെങ്ങനെ? ആ, അന്ന് മാനേജറെ ചോദ്യങ്ങൾ കൊണ്ട് പൊരിച്ചപ്പോ, താൻ സങ്കടത്തിൽ നിന്നും കണ്ണീരിൽ നിന്നും പതുക്കെ കരകയറിയപ്പോ എനിക്കൊരു ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. എന്തിന്? എന്റെ വഴികളും ചിന്തകളും ശരിയാണെന്നും തനിക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നും എന്റെ യാത്രയിൽ താനൊരു എനർജിയായി കാണുമെന്നും എന്റെ മനസ്സ് പറയുന്നു. സംസാരിച്ച് നേരം വൈകണ്ട. സച്ചേട്ടൻ ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്നതാ എന്റെ എനർജി. ആ, അപ്പോ ഓക്കെ, ഗുഡ് ബൈ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോറി, താങ്ക് യു പറയാൻ പാടില്ലല്ലോ, മറന്നുപോയി. ഈശ്വര, നീ എന്റെ വാതിലുകൾ പല രീതിയിൽ തുറന്നു തരികയാണ്. ഭർത്താവ് എന്ന രീതിയിൽ സച്ചേട്ടൻ അകന്നപ്പോ സുഹൃത്തെന്ന രീതിയിൽ ഒത്തിരി അടുത്തു. ഭർത്താവായി കാണണോ സുഹൃത്തായി കാണണോ എന്ന ആശങ്ക തീരുന്നില്ലല്ലോ എന്റെ ഭഗവാന്. മുറിയിൽ ചേച്ചിയുടെ ബാഗില്ല. അപ്പൊ ഓഫീസിലേക്ക് പോയത് തന്നെയാണ്. ഏതായാലും ചേച്ചി ഒളിപ്പിച്ചു വെക്കുന്ന രഹസ്യം കണ്ടുപിടിക്കണം. ശ്ശേ, ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. കീ എവിടെ? ഇവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കോ. സ്വന്തം അനിയത്തിയായി എന്നോട് പറയാത്ത രഹസ്യം എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ. ചേച്ചി വരുന്നവരെ ഒന്നും കാത്തിരിക്കാൻ വയ്യ എനിക്ക്. പല രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന താക്കോലാ ഇത്. ഇന്ന് മുതൽ ഈ രഹസ്യങ്ങളൊക്കെ ഞാനും അറിയും.